ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിലെ 11ാമത്തെ ചാപ്റ്ററാണ്. 11ാമത്തെ യൂണിറ്റിൻ്റെ നെയിം ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ, ഹൗ മച്ച് ഇൻ എ ബാഗ്. കുപ്പിയിലെത്ര, ബാഗിലെത്ര അല്ലേ. ഹൗ മച്ച് ഇൻ എ ബാഗ്, ബാഗിൽ എത്ര ഉണ്ട് അല്ലെ, ബോട്ടിൽ എത്ര അളവ് കൊള്ളും അല്ലേ, എത്ര ലിറ്റേഴ്സ് എത്ര അല്ലേ. നമ്മൾ മിനറൽ വാട്ടർ അല്ലേ, കുപ്പിവെള്ളമൊക്കെ വാങ്ങുമ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഉണ്ടാവാറ് അല്ലേ. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ, 2 ലിറ്റർ ബോട്ടിൽ, അങ്ങനെ ലിറ്ററിലാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവുകളൊക്കെ പറയൽ. അതേപോലെ സാധനം വാങ്ങുമ്പോൾ അല്ലേ, വീട്ടിലുള്ള സാധനങ്ങളിലെ 1 കിലോ തക്കാളി, 1 കിലോ ഉള്ളി അല്ലേ, അപ്പോൾ കിലോഗ്രാം, ഗ്രാമിലൊക്കെയാണ് സാധനങ്ങൾ വാങ്ങുമ്പോൾ പറയൽ. അപ്പോൾ ഓരോ സാധനത്തിൻ്റെ അളവുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വാട്ടർ റിലേ അല്ലേ, പേജ് നമ്പർ 159 എന്താണുള്ളത്, വാട്ടർ റിലേ മത്സരമാണല്ലേ, വെള്ളക്കളി അല്ലേ. ബക്കറ്റിലുള്ള വെള്ളം ഓരോരുത്തർ കയ്യിലാക്കി ഇങ്ങനെ മാറി മാറി കൊടുത്തിട്ട് ആ കുപ്പിയിൽ എത്ര വെള്ളമാണ്, ആരാണ് ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്നത് എന്നാണ് നോക്കുന്നത്. ലേജൂസ് ക്ലാസ് പ്ലേഡ് ദിസ് ഗെയിം ഇൻ ഗ്രൂപ്പിലെ, ഗ്രൂപ്പായിട്ടാണ് ലേജുവിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഈ കളി കളിച്ചതില്ലേ. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 അല്ലേ. വാട്ടർ കളക്റ്റഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് വാസ് പോർഡ് ഇൻ ടു ദി ക്ലാസ്സസ് അല്ലേ. വെള്ളം എന്താണ്, ഓരോരുത്തരും ക്ലാസ്സിലേക്ക് ഇങ്ങനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. സി ദി പിക്ചേഴ്സ്. അപ്പോൾ ഈ പിക്ചറിൽ ഏത് ഗ്രൂപ്പാണ് ഫസ്റ്റ് ചെയ്തത്, വിച്ച് ഗ്രൂപ്പ് ഓഫ് ലേജൂസ് ക്ലാസ് 1, ലേജുവിൻ്റെ ക്ലാസ്സിൽ ഏത് ഗ്രൂപ്പാണ് 1 ചെയ്തത്, വിജയിച്ചത് ഏത് ഗ്രൂപ്പാണ്, ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കുന്ന ആളല്ലേ വിജയിക്കുക അല്ലേ. ഗ്രൂപ്പ് 5ലാണ് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 5 ആണ് വിജയിച്ചതില്ലേ, 1 ചെയ്തത്. വാട്ടർ ബെൽ, ഡിഡ് നോട്ട് യു ഹിയർ ദി വാട്ടർ ബെൽ അല്ലേ, വാട്ടറിൻ്റെ ബെല്ല് കേട്ടില്ലേ. എവരി വൺ ഡ്രിങ്ക് സം വാട്ടർ നൗ, ഇപ്പോൾ എല്ലാവരും എന്താണ്, വെള്ളം കുടിക്കാനുള്ള ബെല്ലാണ് അടിച്ചത് അല്ലേ. വെള്ളം കുടിച്ചിട്ട് എന്താണ്, നൗ ഫിൽ അപ്പ് ദി വാട്ടർ ബോട്ടിൽസ് അല്ലേ. എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വെള്ളം കാലിയായിട്ട് ആ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യാൻ. വാട്ടർ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ ദി മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ. മോസ്റ്റ് എമൗണ്ട്, ഏറ്റവും കൂടുതൽ വെള്ളം ആരുടെ വാട്ടർ ബോട്ടിലാണ് ഉള്ളത്. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്, എത്ര ഗ്ലാസ് വെള്ളം ആ കുപ്പിയിൽ കൊള്ളും. നിങ്ങളുടെ കുപ്പിയിൽ, വാട്ടർ ബോട്ടിൽ എത്ര ഗ്ലാസ് വെള്ളം കൊള്ളും എന്ന് നിങ്ങൾ അളന്ന് നോക്കിയിട്ട് എഴുതണം. ഹൗ മച്ച് ഇൻ ദി ബോട്ടിൽ അല്ലേ, ഈ ബോട്ടിൽ കുപ്പിയിൽ എത്ര കൊള്ളും അല്ലേ, ഹൗ മച്ച് എത്ര അളവ് കൊള്ളും എന്നാണ് ചോദിച്ചത്. വിച്ച് ബോട്ടിൽ ക്യാൻ ഹോൾഡ് ദി മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ, ഏത് ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യാൻ കഴിയുക അല്ലേ, ഏറ്റവും കൂടുതൽ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ. ഡ്രോ എ സർക്കിൾ അറൗണ്ട് ഇറ്റ്, അതിൻ്റെ ചുറ്റും ഒരു സർക്കിൾ, ഒരു വട്ടം വരക്കാനാണ് പറഞ്ഞത്. ഒരു സർക്കിൾ അല്ലേ, ഒരു വട്ടം വരച്ചു അല്ലേ. ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക, ഏറ്റവും വലിയ കുപ്പിയിലല്ലേ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക. നെക്സ്റ്റ്, വിച്ച് ബോട്ടിൽ വുഡ് ഹോൾഡ് ദി ലീസ്റ്റ്, ഏത് ബോട്ടിലാണ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ, ഏറ്റവും കുറവ് വെള്ളം കൊള്ളുക അല്ലേ, ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത് ഏതിനാണ്. ഡ്രോ എ സ്ക്വയർ അറൗണ്ട് ഇറ്റ് അല്ലേ, അതിൻ്റെ ചുറ്റും ഒരു സ്ക്വയർ അല്ലേ, ഒരു ചതുരം, ഒരു സമചതുരം വരക്കാനാണ് പറഞ്ഞത് അല്ലേ. അതായത് ഏറ്റവും കുറവ് കൊള്ളുക ചെറിയ കുപ്പിയിൽ, ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക ഏറ്റവും വലിയ കുപ്പിയിലല്ലേ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക. മോം സെഡ് മൈ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1 ലിറ്റർ ഓഫ് വാട്ടർ അല്ലേ. എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ ബോട്ടിൽ 1 ലിറ്റർ എമൗണ്ട് വെള്ളം കൊള്ളുന്നില്ലേ, 1 ലിറ്ററാണ് എൻ്റെ കുപ്പിക്ക് വെള്ളം കൊള്ളാൻ കഴിയില്ലേ, എടുക്കാൻ കഴിയുന്ന അളവിൽ. ഹൗ അബൌട്ട് മെഷറിങ് ദി വാട്ടർ ടു സീ ഇഫ് ഇറ്റ്സ് ആക്ച്വലി എ ലിറ്റർ അല്ലേ. 1 ലിറ്റർ ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, എങ്ങനെ നമുക്ക് ആ വാട്ടറിൻ്റെ എമൗണ്ടില്ലേ അത് 1 ലിറ്റർ ഉണ്ട് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും അല്ലേ, എങ്ങനെയാണെന്ന് നോക്കാം. തിങ്സ് വി ബൈ, നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിലെ, ബൈ ചെയ്യുന്ന സാധനങ്ങൾ, തിങ്സ്. വാട്ട് ഐറ്റംസ് ഇൻ യുവർ ഹോം ആർ ബോട്ട് ഇൻ ക്വാണ്ടിറ്റീസ് ഓഫ് 1 ലിറ്റർ, 1 ലിറ്ററിലുള്ള ക്വാണ്ടിറ്റിയിലെ ആ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് വാങ്ങാറില്ലേ, എന്തൊക്കെയാണില്ലേ 1 ലിറ്ററിൽ നമ്മൾ എന്തൊക്കെ വാങ്ങുക. ലിറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ലിക്വിഡ് ഐറ്റംസിലെ, ലിക്വിഡിലെ വെള്ളം പോലെയുള്ള ദ്രാവകമായിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ, സാധനങ്ങളാണ് ലിറ്ററിൽ പറയാറില്ലേ. സാധനങ്ങളൊക്കെ ഗ്രാമിലാണില്ലേ, 1 ഗ്രാമിലെ 1 കിലോഗ്രാം, 1 കിലോ തക്കാളിയിലെ, ഉള്ളി എന്നൊക്കെ പറയൽ അല്ലേ. ലിറ്ററിലെ വെള്ളം, 1 ലിറ്റർ വെള്ളം അല്ലേ, 1 ലിറ്റർ വെളിച്ചെണ്ണ അല്ലേ, ഒക്കെ ലിറ്റർ എമൗണ്ടൊക്കെ അല്ലേ, ജ്യൂസ്, വെള്ളം പോലെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ലിറ്ററിൻ്റെ എമൗണ്ടിൽ പറയാറ്. ഏതൊക്കെയാണ് അല്ലേ, മിൽക്ക്, പാല്, ജ്യൂസസിലെ, ജ്യൂസ്, കേട്, തൈര് അല്ലേ, അതുപോലെയുള്ളൊരു സാധനമാണ് യോഗട്ട് അല്ലേ, തൈരിനെ പോലെയുള്ള യോഗട്ട്. ഓയിലും കോക്കനട്ട് ഓയിലില്ലേ, വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ, ദെൻ ഓയിലില്ലേ, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതെങ്കിലും ഓയിലില്ലേ, അതെല്ലാം ലിറ്ററിൻ്റെ എമൗണ്ടിലാണല്ലേ. വെള്ളം പോലെയുള്ള സാധനങ്ങൾ അതൊക്കെ ലിറ്ററിലാണ് നമ്മൾ വാങ്ങാറില്ലേ, 1 ലിറ്ററിൻ്റെ പാക്കറ്റായിട്ട് വാങ്ങാറുണ്ട്. ലെറ്റ്സ് മെഷർ ആൻഡ് ഫില്ല്, മെഷർ ചെയ്തിട്ട് അളന്നിട്ട് നിറക്കാം അല്ലേ, മെഷർ ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. യൂസ് മെഷറിംഗ് ജാർസ് ടു സീ ഹൗ മച്ച് വാട്ടർ യുവർ ബോട്ടിൽ ക്യാൻ ഹോൾഡ് അല്ലേ, നിങ്ങളുടെ ബോട്ടിൽ എത്ര വെള്ളം കൊള്ളും അല്ലേ, ഹൗ മച്ച് വാട്ടർ എത്ര വെള്ളം കൊള്ളുന്നു നിങ്ങൾക്ക് മെഷറിംഗ് ജാർസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം അല്ലേ. മെഷർ ചെയ്യുന്ന അളവ് പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ, അപ്പോൾ അളവ് പാത്രങ്ങളിൽ എന്താണ് എത്ര ലിറ്റർ കൊള്ളുന്നുള്ള ഒരു അളവ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിലെത്ര കൊള്ളും എന്നുള്ളത് ഈ അളവ് പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിലെത്ര കൊള്ളുന്നുള്ളത് നമുക്ക് നമ്മുടെ ബോട്ടിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് കണ്ടുപിടിക്കാം. ഐ ഡോണ്ട് ഹാവ് എ മെഷറിംഗ് ജാർ, എനിക്കെന്താണ് ഒരു മെഷറിംഗ് ജാർ ഇല്ലല്ലേ, അളവ് പാത്രമില്ല. ലെറ്റ്സ് മേക്ക് മെഷറിംഗ് ജാർസ് അല്ലേ, നമുക്കൊരു മെഷറിംഗ് ജാർ ഇല്ല, അളവ് പാത്രം ഉണ്ടാക്കാം. മേക്ക് യുവർ ഓൺ മെഷറിംഗ് ജാർസ് ഓഫ് 1 ലിറ്റർ, 500 milliliter ആൻഡ് 250 milliliters ഔട്ട് ഓഫ് യൂസ്ഡ് ബോട്ടിൽസ്. യൂസ്ഡ് ബോട്ടിൽസ് അതായത് ഉപയോഗിച്ച ബോട്ടിൽസ്, പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള മെഷറിംഗ് ജാർ ഉണ്ടാക്കാനാണല്ലോ മേക്ക് യുവർ ഓൺ മെഷറിംഗ് ജാർ. ഇത് 1 ലിറ്ററിൻ്റെ അല്ലേ, 1 ലിറ്റർ കൊള്ളുന്ന മെഷറിംഗ് ജാർ. 500 milliliterൻ്റെ, 250 milliliterൻ്റെ ഒക്കെ മെഷറിംഗ് ജാർ ഉണ്ടാക്കാൻ, അളവ് പാത്രം ഉണ്ടാക്കാനാണ് പറഞ്ഞത് അല്ലേ. ഒഴിവാക്കിയ കുപ്പിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അളവെടുത്തിട്ട് ഓരോ പാത്രങ്ങൾ ഉണ്ടാക്കാം അല്ലേ, 500 ml ഒരു പാത്രം, അങ്ങനെ ഓരോ ബോട്ടിൽസ് മുറിച്ചിട്ട് ഉണ്ടാക്കുക. മാർക്ക് 100 milliliters ആൻഡ് 50 milliliters ആൾസോ ഓൺ ദി 200 milliliter വെസൽ
അല്ലേ? ഓരോ മാർക്കായിട്ടില്ലേ, 100 മില്ലി ലിറ്റർ, 50 മില്ലി ലിറ്റർ അല്ലേ, 200 മില്ലി ലിറ്റർ ഒക്കെ അതിൽ മാർക്ക് ചെയ്യാനല്ലേ, അടയാളപ്പെടുത്തുക. നമ്മളെ മരുന്നൊക്കെ അളക്കുന്ന പാത്രം നിങ്ങൾ കണ്ടില്ലേ, 5 ml, 6 ml, 7 ml, അതിലിങ്ങനെ മെഷേഴ്സ് ഉണ്ടാവില്ല, അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ഒരു 10 ml ഒരു ചെറിയൊരു മൂടിയാണ് ഉണ്ടാവില്ലേ, മരുന്ന് അളക്കുന്ന ചെറിയ മൂടി എന്ന് പറയുന്നത്. അതുപോലെ ഇതുപോലെ 1 ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ അടയാളങ്ങളില്ലേ, 100 മില്ലി ലിറ്റേഴ്സൊക്കെ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. മില്ലി ലിറ്റർ ഈസ് എ സ്മോളർ മെഷർ ദാൻ എ ലിറ്റർ. മില്ലി ലിറ്റർ എന്ന് പറയുന്നത് ലിറ്ററിനേക്കാളും സ്മോൾ ആണല്ലേ, ചെറുതാണ്. ലിറ്റർ 1 ലിറ്റർ ബോട്ടിലില്ലേ, വെള്ളത്തിൻ്റെ കുപ്പി, അതിനേക്കാളും ചെറിയ കുപ്പിയായിരിക്കും മില്ലി ലിറ്റർ അല്ലേ. മില്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുത് എന്നാണല്ലേ. അപ്പോൾ ലിറ്ററിനേക്കാൾ ചെറുതാണ് മില്ലി ലിറ്റർ. വാട്ട് ആർ ദി തിങ്സ് വി ബൈ ഇൻ ക്വാണ്ടിറ്റീസ് ലെസ് ദാൻ എ ലിറ്റർ? അല്ലെ, ഒരു ലിറ്ററിനേക്കാളും ചെറിയ ക്വാണ്ടിറ്റീസിലുള്ളത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങുന്നത്, ഏതൊക്കെ തിങ്സാണ് വാങ്ങുന്നത്? അതായത് ഒരു ലിറ്റർ ഇല്ലേ, ലിറ്ററിനേക്കാളും ചെറിയ മില്ലി ലിറ്റേഴ്സിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരു ലിറ്ററിലല്ലാതെ, വലിയ ബോട്ടിൽസ് അല്ലാതെ അതിനേക്കാളും ചെറിയ ബോട്ടിലുകൾ ഉണ്ടാവാറുണ്ടല്ലേ. തൈര്, പാല് ഒക്കെ ചെറുതായിട്ട് ഉണ്ടാവാറുണ്ടല്ലേ. മിൽക്ക് ഉണ്ടല്ലേ, 500 മില്ലി ലിറ്ററിൻ്റെ മിൽക്ക് ഉണ്ട്, പാലിൻ്റെ പാക്കറ്റ് ഉണ്ട്. അതുപോലെ കേടില്ലേ, തൈരിൻ്റെ പാക്കറ്റ് 200 മില്ലി ലിറ്ററിൻ്റെ തൈരിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലേ, അതിനേക്കാൾ ചെറിയ. നിങ്ങൾ കണ്ടില്ലേ തൈരിൻ്റെ പാക്കറ്റ്, അത് 200 മില്ലി ലിറ്ററാണ് ഉണ്ടാവുക അല്ലേ. ഒരു ലിറ്റർ പറഞ്ഞാൽ വലിയ പാക്കായിരിക്കും അല്ലേ, അതിനേക്കാൾ ചെറുതാണ് 200 മില്ലി ലിറ്റർ. അതേപോലെ വെള്ളം അല്ലേ, വാട്ടർ 500 മില്ലി ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ട്. അതുപോലെ 1 ലിറ്ററിൻ്റെ വലിയ ബോട്ടിലുണ്ട്, അതിൻ്റെ നേർ പകുതിയായിട്ടുള്ളതാണ് 500 മില്ലി ലിറ്ററിൻ്റെ ചെറിയ ബോട്ടിലുണ്ട് അല്ലേ. ഓയിൽ 500 മില്ലി ലിറ്ററിൻ്റെ ചെറിയ ബോട്ടിലുണ്ട്, 1 ലിറ്ററിൻ്റെ വലിയ ബോട്ടിലുണ്ട്. വി ക്യാൻ റൈറ്റ് മില്ലി ലിറ്റേഴ്സ് ആസ് ML ആൻഡ് ലിറ്റർ ആസ് L. ലിറ്റർ അല്ലേ, ഫസ്റ്റ് ലെറ്റർ ലിറ്ററിൻ്റെ L അല്ലേ. മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ 2 ലെറ്റർ ML എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം അല്ലേ. മില്ലി ലിറ്റർ ML, ലിറ്ററിനെ L എന്നും ഡിനോട്ട് ചെയ്യാം. ഹൗ മച്ച് വാട്ടർ, എത്ര വെള്ളം അല്ലേ, എത്ര വെള്ളം കൊള്ളും. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് പെർ ഡേ? ഒരു ദിവസം അല്ലേ, പെർ ഡേ, ഓരോ ദിവസം നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത്? എത്ര ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കാറുണ്ട്, അത് ഇവിടെ എഴുതുക അല്ലേ. മെഷർ ആൻഡ് റൈറ്റ്. എത്ര ഗ്ലാസ്സിൽ ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ എത്രയാണ് കുടിക്കുന്നത് നിങ്ങൾ എഴുതുക. ഗസ് ഹൗ മച്ച് വാട്ടർ ദി വേരിയസ് വെസൽസ് ഇൻ യുവർ ഹോം ക്യാൻ ഹോൾഡ്. നിങ്ങളുടെ വീട്ടിലുള്ള വ്യത്യസ്ത തരം പാത്രങ്ങൾ എത്ര വെള്ളം കൊള്ളും. ദെൻ ആക്ച്വലി മെഷർ ദം ആൻഡ് റൈറ്റ് അല്ലേ. എന്നിട്ട് അത് എത്ര ആക്ച്വലായിട്ട് എത്ര കൊള്ളുമെന്ന് അളന്നിട്ട് എഴുതണം. ഓരോ പാത്രങ്ങൾ, ടീ ഗ്ലാസ് ഇല്ലേ, ചായപാത്രം, കപ്പ്, ടീ പോട്ട്, ബക്കറ്റ്, മഗ്, റൈസ് പോട്ട്, ഈ ഓരോ പാത്രങ്ങളിലും നിങ്ങളുടെ ഒരു ഊഹം എത്ര കൊള്ളും അല്ലേ. എത്ര 1 ലിറ്റർ വെള്ളം കൊള്ളുമോ ഈ ബക്കറ്റിലില്ലേ. അങ്ങനെ ഓരോ ഗസ് ചെയ്തുക. എന്നിട്ട് ആക്ച്വൽ മെഷേഴ്സ് അളന്നിട്ട് എത്രയാണെന്ന് അളവ് പാത്രം ഉപയോഗിച്ചിട്ട് അളക്കല്ലേ. ഒരു 1 ലിറ്റർ ബോട്ടിൽ ഉണ്ടാക്കുക അല്ലെ, 500 മില്ലി ലിറ്ററിൻ്റെ ചെറിയ ബോട്ടിൽ എടുക്കുക. എന്നിട്ട് എത്ര 500 മില്ലി ലിറ്റർ ഇതിൽ കൊള്ളുന്നുണ്ട്, 500 മില്ലി ലിറ്റർ ആണെങ്കിൽ 1 ലിറ്ററായി. അങ്ങനെ ആക്ച്വൽ മെഷേഴ്സ് അളവുകൾ നിങ്ങൾ അളന്ന് എഴുതാനുള്ളതാണ്. ഓരോ വീട്ടിലെ പാത്രങ്ങളും ഓരോ വ്യത്യസ്ത അളവുകളായിരിക്കില്ലേ. മിൽക്ക് സൊസൈറ്റിയിലെ, പാല് വിതരണം ചെയ്യുന്ന സൊസൈറ്റി. ലേജൂസ് ഫാദർ സോൾഡ് മിൽക്ക് ടു ദി സൊസൈറ്റി. ലേജുവിൻ്റെ അച്ഛൻ എന്താണ്, സൊസൈറ്റിയിലേക്കാണ് മിൽക്ക് സോൾഡ് ചെയ്യുന്നത്, അതായത് വിൽക്കുന്നത്. ഇറ്റ് വാസ് മെഷേർഡ് 2 times വിത്ത് എ 2 ലിറ്റർ വെസൽ ആൻഡ് വൺസ് വിത്ത് എ 1 ലിറ്റർ വെസൽ. അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? 2 തവണ ഒരു 2 ലിറ്റർ വെസൽ അല്ലേ. 2 ലിറ്ററിൻ്റെ ഒരു പാത്രം ഉണ്ടാവും, അളവ് പാത്രം അല്ലേ. 2 ലിറ്ററിൻ്റെ അളവിലുള്ള ഒരു അളവ് പാത്രം, 2 ലിറ്ററിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ 2 തവണ എടുക്കുന്നുണ്ട്. 2 ലിറ്റർ 2 തവണ അറിയുമ്പോൾ 2 2 4 തവണ അല്ലേ. 2 times 2 ലിറ്റർ വെസൽ. 2 ലിറ്ററിൻ്റെ 2 തവണ എടുക്കുമ്പോൾ 2 ലിറ്ററിൻ്റെ 2 തവണയാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 2 2 അല്ലേ, 2 തവണ എടുക്കുമ്പോൾ 4 ആയി. ദെൻ എത്രയായി? ആൻഡ് വൺസ് വിത്ത് എ 1 ലിറ്റർ വെസൽ. 1 ലിറ്റർ വെസലിൻ്റെത് ഒരു തവണയാണ് എടുക്കുന്നത്, അപ്പോൾ 1 അല്ലേ. അപ്പോൾ എത്രയായി ടോട്ടൽ? 5 അല്ലേ. 2 2 4 5 തവണ അല്ലേ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ലേജൂസ് ഫാദർ സെൽ? ലേജുവിൻ്റെ അച്ഛൻ എത്ര ലിറ്റർ ഓഫ് പാലാണ്, എത്ര ലിറ്റർ മിൽക്കാണ് വിൽക്കുന്നത്? ടോട്ടൽ എത്രയാണില്ലേ? 2 2 4 1 5 അല്ലേ. 5 ലിറ്റർ പാലാണ്, മിൽക്കാണ് ലേജുവിൻ്റെ അച്ഛൻ വിൽക്കുന്നത്. ഇവിടെ 5 ലിറ്റർ എന്ന് എഴുതുക. 2 ലിറ്റർ ക്യാൻ ഫിൽഡ് ട്വൈസ് ഗീവ്സ് അല്ലേ. 2 ലിറ്ററിൻ്റെ 2 തവണ എടുക്കുന്നില്ല. 2 ലിറ്ററിൻ്റെ പാത്രത്തിൽ 2 തവണ എടുത്താൽ എത്ര കിട്ടും? നമ്മളിപ്പോൾ കണക്ക് കൂട്ടിയത് ഒന്നുകൂടി എഴുതാനാണ്. 2 ലിറ്ററിൻ്റെ 2 തവണ എടുക്കും. 2 ലിറ്ററിൻ്റെ ഒരു പാത്രത്തിൽ 2 തവണ എടുക്കുന്നത് അല്ലേ. അപ്പോൾ 2 × 2 4 അല്ലേ. 2 + 2 4 അല്ലേ. 1 ലിറ്റർ ക്യാൻ ഫിൽഡ് വൺസ് മേക്ക് അല്ലേ. ഒരു തവണയാണ് 1 ലിറ്റർ ഫില്ല് ചെയ്യുന്നത്. 1 ലിറ്റർ ഒരു തവണ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ തന്നെ. 2 ലിറ്റർ 2 തവണ എന്ന് പറയുമ്പോൾ 2 തവണ എടുക്കണം. 2 × 2 4ഉം 1ഉം. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്രയാണ്? 4 + 1 5 ലിറ്റർ. ആഫ്റ്റർ ലേജൂസ് ഫാദർ ദി നെക്സ്റ്റ് ഇൻ ലൈൻ വാസ് ജാനകി ആൻഡ്. ലേജുവിൻ്റെ അച്ഛന് ശേഷം അടുത്ത ആരാണ്? ജാനകി ആൻഡ് ആണ്. ദി മിൽക്ക് വാസ് മെഷേർഡ് യൂസിങ് 1 ലിറ്റർ ക്യാൻ ഫിൽഡ് 3 times അല്ലേ. 1 ലിറ്ററിൻ്റെത് മിൽക്ക് എങ്ങനെയാണ് അളന്നത് അല്ലേ? 3 തവണ എടുത്തിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെത് 3 തവണ. 1 ലിറ്റർ പാല് 3 തവണ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 × 3 3 times. ആൻഡ് 200 മില്ലി ലിറ്റേഴ്സ് ക്യാൻ ഫിൽഡ് 2 times 200 മില്ലി ലിറ്ററിൻ്റെത് 2 തവണ എടുത്തിട്ടുണ്ട്. 200 2 times എടുത്താൽ 200 × 2 എത്രയാണ്? 2 × 2 4. പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 2 zeros അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഗുണനത്തിൻ്റെ എളുപ്പ വഴി എന്താണ്? നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര 0 ഉണ്ടോ അതിടുക. അപ്പോൾ 400 മില്ലി ലിറ്ററിന് ഇങ്ങനെ ML ആണ് നമ്മൾ അടയാളപ്പെടുത്തല്ലേ. 1 × 3 3 ലിറ്റർ അല്ലേ. ലിറ്ററിനെ L-ലുമാണ് ഡിനോട്ട് ചെയ്യുക അല്ലേ. ഹൗ മച്ച് മിൽക്ക് ഡിഡ് ജാനകി ആൻഡ് സെൽ? ജാനകിയാൽ സെൻഡ് ചെയ്ത മിൽക്കിൻ്റെ അളവ് എത്രയാണ്? എത്ര ലിറ്ററാണ്? 3 ലിറ്ററും. മില്ലി ലിറ്റർ എത്രയാണ്? 400 മില്ലി ലിറ്ററും. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ. 1 ലിറ്റർ ക്യാൻ ഫിൽഡ് 3 times അല്ലേ. 3 തവണ 1 ലിറ്റർ എടുത്താൽ എത്രയാണ്? 1 × 3 3 ലിറ്റർ
അല്ലേ 200 മില്ലി ലിറ്റേഴ്സ് ക്യാൻ ഫിൽഡ് 2 ടൈംസ്. 200 ലിറ്റർ 2 തവണ എടുത്താൽ 200 എത്രയാണ് 400 മില്ലി ലിറ്റർ അല്ലേ, മില്ലി ലിറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ മില്ലി ലിറ്റർ ടോട്ടൽ എത്രയാണ് അപ്പോൾ അല്ലേ 3 ലിറ്റർ അല്ലേ, 3 ലിറ്ററും 400 മില്ലി ലിറ്റർ അല്ലേ, ലിറ്ററും മില്ലി ലിറ്ററും തമ്മിൽ കൂട്ടരുത്, രണ്ട് അളവാണല്ലേ. ബഷീർ കെയിം ടു ബൈ മിൽക്ക് ഫോർ ഹിസ് ടീ ഷോപ്പിലെ ചായക്കടക്ക് വേണ്ടിയിട്ട് മിൽക്ക് വാങ്ങാൻ, പാല് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ബഷീർ വന്നത്. ഹി വാസ് ഗിവൺ 3 ലിറ്റേഴ്സ് ഓഫ് ദി മിൽക്ക് ബോട്ട് ബൈ ലേജൂസ് ഫാദർ. ലേജുവിൻ്റെ അച്ഛനിൽ നിന്ന് വാങ്ങിയ 3 ലിറ്റർ അല്ലേ, 3 ലിറ്റർ ആണ് പാലാണ് അല്ലേ ബഷീർ നൽകിയത്. ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ് അല്ലേ, അതിലെത്രയുണ്ട്, ബാക്കി എത്രയുണ്ട്. ലേജുവിൻ്റെ അച്ഛൻ വിറ്റത് ആകെ 5 ലിറ്ററാണ് അല്ലേ, 5 ലിറ്ററിൽ 3 ലിറ്ററാണ് ബഷീർ വാങ്ങിയത് അല്ലേ. 3 ലിറ്റർ വാങ്ങിയാൽ ബാക്കി എത്രയുള്ളത്, 2 ലിറ്ററിൽ 5 3 പോയാൽ 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എമൗണ്ട് ഓഫ് മിൽക്ക് ബോട്ട് ബൈ ലേജൂസ് ഫാദർ. ലേജുവിൻ്റെ ഫാദർ വാങ്ങിയ മിൽക്കിൻ്റെ അളവ് എത്രയാണ്, 5 ലിറ്ററാണ് അല്ലേ വിറ്റ മിൽക്കിൻ്റെ അളവ്. എമൗണ്ട് ഓഫ് മിൽക്ക് ബോട്ട് ബൈ ബഷീർ എത്രയാണ് അതിൽ നിന്ന് വാങ്ങിയത്, 3 ലിറ്ററാണ് വാങ്ങിയത്, 3 ലിറ്റർ. എമൗണ്ട് ഓഫ് മിൽക്ക് ലെഫ്റ്റ് അല്ലേ, ബാക്കി ആയിട്ടുള്ള പാലിൻ്റെ അളവ് എത്രയാണ്, 5 അല്ലേ, ടോട്ടൽ 5 ലിറ്ററാണ് കൊടുത്തത്, അതിൽ 3 ലിറ്ററാണ് ബഷീർ വാങ്ങിയത്. അപ്പോൾ 5 3 പോയാൽ 2 ലിറ്റർ, 2 ലിറ്റർ. സ്മോൾ മെഷേഴ്സ് അല്ലേ, ചെറിയ അളവുകൾ. റൈറ്റ് സം ഇൻസ്റ്റൻസസ് ഓഫ് യൂസിങ് ദി തിങ്സ് ഷോൺ ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഉപയോഗം എവിടെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. ഇതൊക്കെ എന്താണ് അല്ലേ, മരുന്ന് അളക്കുന്ന സാധനമാണ് അല്ലേ, സൂചി. അതുപോലെ ഇത് മരുന്ന് അളക്കുന്നതാണ്, മരുന്ന് അളക്കാൻ അതേപോലെ ടീസ്പൂൺ ആയിട്ടല്ലേ നമ്മുടെ കറി ഉപ്പൊക്കെ എടുക്കാനല്ല, ഓരോ പൊടികൾ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന തിങ്സ് ആണുള്ളത്. അപ്പോൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, മെഷറിങ് മെഡിസിൻ മെഷർ ചെയ്യാൻ, അളക്കാൻ. ആഡിങ് സാൾട്ട് ടു കറിയിലെ, ഉപ്പിടാൻ വേണ്ടിയിട്ട്, കറിയിൽ ഉപ്പിടാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്തിനു വേണ്ടിയിട്ടില്ലേ, ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി, സൂചിയിലെ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ഗിവിങ് മെഡിസിൻ ടു കിഡ്സിലേക്ക്, കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ഫില്ലർ പോലത്തത് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ മെഷറിങ് മസാല പൗഡേഴ്സ് മെഷർ ചെയ്യാൻ, അളക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോന്നിൻ്റെ യൂസസ്, ഉപയോഗങ്ങൾ നമ്മൾ എഴുതി. ഹൗ മച്ച് മെഡിസിൻ ക്യാൻ ദി സ്മോൾ സ്പൂൺ ഹോൾഡ് അല്ലേ, ചെറിയ സ്പൂണിൽ എത്ര മെഡിസിൻ കൊള്ളും. അപ്പോൾ അതിൽ എത്ര ഉണ്ട് നിങ്ങളുടെ മെഷർ ചെയ്യുന്ന ആ സ്പൂണില്ലേ, അത് അളന്ന് നോക്കിയിട്ട് നിങ്ങൾ എഴുതണം, മെഷർ ആൻഡ് റൈറ്റ്. ഹൗ മച്ച് വാട്ടർ ക്യാൻ ബോട്ടിൽ ക്യാപ്പ് ഹോൾഡ് അല്ലേ, ഒരു ബോട്ടിലിൻ്റെ മൂടി ക്യാപ്പിൽ എത്ര വെള്ളം കൊള്ളും, മെഷർ ആൻഡ് റൈറ്റ്. അത് മെഷർ ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഒരു ബോട്ടിലിൻ്റെ മൂടിയില്ല, ക്യാപ്പിൽ എത്ര വെള്ളം കൊള്ളും, അത് നിങ്ങൾ മെഷർ ചെയ്തിട്ട് അളന്നിട്ട് എഴുതുക അല്ലെ, ചെറിയ അളവായിരിക്കും. അത്തർ സെയിൽസ്, അത്തർ കച്ചവടം. ലേജൂസ് ഫാദർ സെൽസ് അത്തർ ആൾസോ. ലേജുവിൻ്റെ അച്ഛൻ എന്താണ്, അത്തറിൻ്റെ കച്ചവടം കൂടി ഉണ്ടല്ലേ, സ്ട്രേ വിൽക്കുന്ന അത്തർ പോലത്തെ അത്തറിൻ്റെ വിൽപ്പന കൂടെ ഉണ്ട്. ഈ ബൈസ് അത്തർ ഫ്രം ഹോൾസെയിൽ മെർച്ചൻറ്റ്, ഹോൾസെയിൽ കടക്കാരിൽ നിന്ന്, മെർച്ചൻറ്റ് കച്ചവടക്കാരിൽ നിന്നാണ് അത്തർ വാങ്ങുന്നത്. ആൻഡ് സെൽസ് ഇറ്റ് ഇൻ 5 മില്ലി ലിറ്റർ ബോട്ടിൽ, 5 മില്ലി ലിറ്ററിൻ്റെ ബോട്ടിലാണ് അത് വിൽക്കുന്നത്, ചെറിയ 5 ലിറ്ററിൻ്റെ ബോട്ടിലാണ് വിൽക്കുന്നത് അല്ലെ, മില്ലി ലിറ്ററാണ്. ഹൗ മച്ച് അത്തർ ഈസ് നീഡ് ടു ഫിൽ 20 സച്ച് ബോട്ടിൽസ്. അങ്ങനത്തെ 20 ബോട്ടിൽസ് ഫില്ല് ചെയ്യാൻ എത്ര അത്തർ ആവശ്യമാണ്. ഒരു ബോട്ടിലിൽ 5 മില്ലി ലിറ്ററാണ്, ഒരു ബോട്ടിലിൽ 5 മില്ലി ലിറ്ററാണ് എടുക്കുന്നത് അല്ലേ. അതുപോലെ എത്ര ബോട്ടിലുണ്ട്, 20 ബോട്ടിലുണ്ട്. 20 ബോട്ടിൽ 20 × 5 ml 20 × 5 എത്രയാണ്, 2×5 10 അല്ലേ, 2×5 10 0 അല്ലേ, പിന്നെ ഒരു 0 ഇവിടെ ഉള്ള 0, അപ്പോൾ 100 അല്ലേ, 100 ml എന്ന് നമുക്ക് കിട്ടി, 100 മില്ലി ലിറ്റേഴ്സ് അല്ലേ. ഒരു ബോട്ടിലിൽ 5 ml ആണെങ്കിൽ 20 ബോട്ടിൽ എത്ര ഉണ്ടാവും, അങ്ങനത്തെ 20 ബോട്ടിലിൽ 5 ml എടുക്കുക അല്ലേ, 20 5 വട്ടം എടുക്കുക, അതായത് 25 വട്ടം എടുക്കുമ്പോൾ 100 എന്ന് കിട്ടും അല്ലേ. 20 × 5 100 മില്ലി ലിറ്റേഴ്സ്. ഹൗ മെനി ബോട്ടിൽസ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 20 മില്ലി ലിറ്റേഴ്സ് ഓഫ് അത്തർ അല്ലേ, 20 മില്ലി ലിറ്റർ അത്തർ ഉണ്ടെങ്കിൽ എത്ര ബോട്ടിൽസ് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി ഈ കുപ്പിയുടെ അളവാണ് കിട്ടേണ്ടത് അല്ലേ, എത്ര ബോട്ടിൽസ് നമുക്ക് ഫില്ല് ചെയ്യാം. 20 മില്ലി ലിറ്റർ അത്തർ ഉണ്ടെങ്കിൽ എത്ര ബോട്ടിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് 20/5 എടുത്താൽ മതി. അപ്പോൾ ഒരു ബോട്ടിലിൽ 5 മില്ലി ലിറ്ററാണ്, അങ്ങനത്തെ 20 മില്ലി ലിറ്റർ എത്ര ബോട്ടിൽ കൊള്ളും അല്ലേ. അപ്പോൾ 20/5 ചെയ്താൽ മതി. 20ൽ എത്ര 5 ഉണ്ട്, 4 ബോട്ടിൽസിൽ നമുക്ക് 20 മില്ലി ലിറ്റർ നിറക്കാം അല്ലേ, 4 ബോട്ടിൽ 4 കുപ്പികളിലാക്കി നിറക്കാം അല്ലേ. അത് എത്ര ബോട്ടിലാണെന്ന് കിട്ടാൻ നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലേ, 20ൽ എത്ര 5 ഉണ്ടല്ലേ, ഒരു ബോട്ടിലിൽ നമുക്ക് 5 മില്ലി ലിറ്റർ നിറക്കാം. അങ്ങനെ 20 ml ഉണ്ടെങ്കിൽ എത്ര ബോട്ടിൽ നമുക്ക് എടുക്കാം അല്ലേ, 20/5 ചെയ്താൽ 4 ബോട്ടിൽ എന്ന് കിട്ടും അല്ലേ. 20ൽ എത്ര 5 ഉണ്ട്, 4 5 20. സൂപ്പർ മാർക്കറ്റ്. ഹൗ ഹെവി ഇറ്റ് ഈസ്, ഐ കാൻ ലിഫ്റ്റ് ഇറ്റ് അല്ലേ, എന്തൊരു ഹെവിയാണ്, ഭാരമാണ്, എനിക്കിത് പൊന്തിക്കാൻ കഴിയില്ല. വെയിറ്റ് ഡിയർ, ഐ വിൽ ടേക്ക് ഇറ്റ് അല്ലേ, വെയിറ്റ് കാത്തു നിൽക്കും, ഞാനത് എടുക്കാം. ലേജൂസ് ഫാദർ സപ്ലൈസ് അത്തർ ടു ദി സൂപ്പർ മാർക്കറ്റ് അല്ലേ, സൂപ്പർ മാർക്കറ്റിലേക്ക് അത്തർ സപ്ലൈ ചെയ്യുകയാണ്, വിൽക്കുകയാണ്. ലേജൂസ് ആൾസോ വെൻറ്റ് ദർ വിത്ത് ഹിസ് ഫാദർ അല്ലേ, അച്ഛൻ്റെ കൂടെ എന്താണ് ലേജും അവിടെ എത്തി. വാട്ട് തിങ്സ് ആർ ബോട്ട് ഇൻ യുവർ ഹോം വിച്ച് വെയ് 1 കിലോഗ്രാം അല്ലേ, 1 കിലോഗ്രാം ഭാരമുള്ള എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വാങ്ങാറുണ്ട്. മസ്റ്റ് ബൈ 1 കിലോഗ്രാം ഓഫ് ഷുഗർ അല്ലേ, എന്തായാലും 1 കിലോഗ്രാം ഷുഗർ വാങ്ങണം അല്ലേ. അപ്പോൾ ഷുഗർ 1 കിലോഗ്രാമിൻ്റെ ഷുഗർ ഉണ്ടാവില്ല, പഞ്ചസാര 1 കിലോഗ്രാം വരെ വാങ്ങാറുണ്ട് അല്ലേ. നമ്മൾ സാധനങ്ങളൊക്കെ കിലോഗ്രാമിലും ഗ്രാമിലുമാണ് പറയാറ് അല്ലേ. ഷുഗർ അതുപോലെ അരി അല്ലേ, 1 കിലോഗ്രാം അല്ലേ, 1 കിലോഗ്രാം റൈസ്, ടീ പൗഡർ അല്ലേ, ചായപ്പൊടി, ചില്ലി പൗഡർ, മുളക് പൊടി, ടർമറിക് പൗഡർ അല്ലേ, മഞ്ഞൾപ്പൊടി, സാൾട്ട്, ഉപ്പ്, ഇതൊക്കെ കിലോഗ്രാമിലും ഗ്രാമിലും ഒക്കെയാണ് വാങ്ങാറ്. അപ്പോൾ ഇതൊക്കെ 1 കിലോഗ്രാം വരെ നമ്മൾ വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ ആ സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ തന്നത്. ദീസ് ആർ ദി തിങ്സ് ലേജു ആൻഡ് ഹിസ് ഫാദർ ബോട്ട് ഫ്രം ദി സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലേജും അവൻ്റെ അച്ഛനും വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ തന്നത്. ഐ വിൽ ക്യാരി ദി തിങ്സ്, ഞാൻ ആ സാധനങ്ങൾ എടുക്കാം. ലെറ്റ്സ് ഗെറ്റ് ആൻ ഓട്ടോ, നമുക്കൊരു ഓട്ടോ വിളിക്കാം.
ടോട്ടൽ വെയിറ്റ് ഓഫ് ദി തിങ്സ് ബോട്ട് ഫ്രം ദി സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ആ സാധനങ്ങളുടെ ആകെ വെയിറ്റ് തൂക്കമാണ് ചോദിച്ചത് അല്ലേ. ടോട്ടൽ വെയിറ്റ് കാണാൻ എന്താ എല്ലാ സാധനങ്ങളും ആഡ് ചെയ്താൽ റൈസ് 10 കിലോഗ്രാം അല്ലേ, ആട്ട 1 കിലോഗ്രാം, റവ 2 കിലോഗ്രാം, ഷുഗർ 1 കിലോഗ്രാം. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര വരും? 10 + 1 + 2 + 1 + 2 + 1 അല്ലേ, ടോട്ടൽ 17 എന്ന് വരും അല്ലേ. 10, 11, 12, 13, 14, 15, 16, 17 അല്ലേ. അപ്പോൾ 17 കിലോഗ്രാം എന്ന് കിട്ടി. സോ ഹെവി അല്ലേ, ഭയങ്കര കനമുള്ളത്, ഹെവി ആയിട്ടുള്ളത്. സോ വിച്ച് ഈസ് ആക്ച്വലി ഹെവിയർ, കോട്ടൺ ഓർ അയൺ അല്ലേ? ഏതാണ് കൂടുതൽ ഭാരമുള്ളത്, ഹെവിയർ ആയിട്ടുള്ളത്? കോട്ടൺ ആണോ ഇരുമ്പാണോ? അല്ലേ ഇരുമ്പാണോ അല്ലേ. പഞ്ഞിയെടുത്ത ആളും ഭയങ്കര ഭാരമെന്ന് പറയുന്നു. എന്താണ് അയേണിലെ ഇരുമ്പിൻ്റെ ഒരു കഷ്ണം എടുത്ത ഒരാളും എന്താണ് ഭയങ്കര കനം ഹെവി ആണെന്ന് പറയുന്നു. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ കനമുള്ളത്? വാട്ട് തിങ്സ് ഇൻ ദി ക്ലാസ് റൂം ക്യാൻ യു ലിഫ്റ്റ് യുവർ സെൽഫ്? നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് പൊന്തിക്കാൻ കഴിയും, ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. വാട്ട് ആർ ദി തിങ്സ് യു കനോട്ട് ലിഫ്റ്റ്? നിങ്ങൾക്ക് പൊന്തിക്കാൻ കഴിയാത്ത, ലിഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാധനങ്ങൾ ഏതൊക്കെയാണ്? തിങ്സ് ഐ ക്യാൻ ലിഫ്റ്റ്, എനിക്ക് പൊന്തിക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് ക്ലാസ് റൂമിലുള്ളത്? ബുക്ക്, ബാഗ്, ചാക്ക്, ബെഞ്ച്, ഡെസ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് പൊന്തിക്കാൻ കഴിയും. ഈ തിങ്സ് ഐ കാൺ ലിഫ്റ്റ് അല്ലേ, എനിക്ക് പൊന്തിക്കാൻ കഴിയാത്ത, ഐ കാണ്ടില്ലേ. പൊന്തിക്കാൻ കഴിയാത്ത ഏതൊക്കെയാണ്? ടേബിൾ, ഷെൽഫ്, ബോർഡില്ലേ. ബ്ലാക്ക് ബോർഡ് നമുക്ക് ഒറ്റയ്ക്ക് പൊന്തിക്കാൻ കഴിയില്ല അല്ലേ, ബോർഡും ഷെൽഫും ടേബിളും. മൈ ബാഗ് ഈസ് ഹെവിയർ, നോ മൈൻ ഈസ്, എൻ്റെ ബാഗാണ് തൂക്കം കൂടുതൽ, അല്ലെങ്കിൽ എൻ്റെ ഭാഗമാണില്ലേ. ആരുടെ ബാഗാണില്ലേ ഏറ്റവും താന്ന് നിൽക്കുന്ന ആളുടേതായിരിക്കും ഭാരം കൂടുതലുള്ളത്. ഭാരം കൂടുതലുള്ള സാധനങ്ങൾ താന്ന് നിൽക്കും അല്ലേ തുലാസിൽ തൂക്കുമ്പോൾ. ഹൗ മെനി ഇൻസ്ട്രുമെൻറ്റ്സ് ടു വെയ്? ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, സാധനങ്ങളാണ് വെയിറ്റ് എടുക്കാനുള്ളത് അല്ലേ. നമുക്ക് ഭാരം അളക്കാനില്ലേ തുലാസ് ഉണ്ട് അല്ലേ, വെയിങ് മെഷീൻ ഉണ്ട്, കുളത്തിൽ തൂക്കുന്ന സാധനം, വെയിറ്റിൽ വെക്കുന്ന കട്ടകളുണ്ട് അല്ലേ, ഇതൊക്കെ വെയിറ്റ് നോക്കുന്നതല്ലേ. ഇവിടെ തൂക്കിയിട്ടിട്ട് വെയിറ്റ് നോക്കുന്ന കുറേ സാധനങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. വെയിറ്റ് ഈസ് മെഷേർഡ് ഇൻ കിലോഗ്രാം ഓർ ഗ്രാം. വെയിറ്റ് ഗ്രാമിലും കിലോഗ്രാമിലും മെഷർ ചെയ്യാം. ഗ്രാം ഈസ് എ സ്മോളർ മെഷർ ദാൻ കിലോഗ്രാം. കിലോഗ്രാമിനേക്കാളും ചെറുത് ഏതാണ്? ഗ്രാം അല്ലേ, ചെറിയ ഗ്രാമിൽ. കിലോഗ്രാം പറഞ്ഞാൽ 1 കിലോഗ്രാം, 2 കിലോഗ്രാം, അതാണ് ഏറ്റവും വലുത് കിലോഗ്രാം അല്ലേ. ഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അളവുകളാണ്, ചെറിയ കട്ടകളാണ് ഗ്രാമിലുള്ളത്. കിലോഗ്രാം 1 kg 1-2 kg വലിയ കട്ടകളിലെ വലിയ ഭാരമുള്ളതാണ് കിലോഗ്രാം. ലെറ്റ്സ് വെയ്, നമുക്ക് അളന്ന് നോക്കാം. വെയിറ്റ് ഓഫ് മൈ ബാഗ്, നിങ്ങളുടെ ബാഗിൻ്റെ ഗസ്സിൽ ഏകദേശം എത്ര ഉണ്ടാവും നിങ്ങൾ ഗസ് ചെയ്ത് ഊഹം എഴുതുക. ആക്ച്വൽ വെയിറ്റ് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കിയിട്ട് തൂക്കിയിട്ട് എഴുതുക. ഇതൊക്കെ വെയിറ്റ് അളക്കാനുള്ള സാധനം. എങ്ങനെയെങ്കിലും വെയിറ്റ് അളന്നിട്ട് അല്ലെ വെയിങ് മെഷീൻ ഉണ്ടാവും വെയിറ്റ് നോക്കുന്നത്, അതിൽ അളന്നിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കുക. വെയിറ്റ് ഓഫ് ഫ്രണ്ട്സ് ബാഗ്, നിങ്ങളുടെ സുഹൃത്തിൻ്റെ ബാഗും ഗസ്സും ആക്ച്വൽ വെയിറ്റും എഴുതുക. അതുപോലെ നിങ്ങളുടെ വെയിറ്റ് അല്ലെ, വെയിങ് മെഷീനിൽ നിങ്ങളുടെ ഒരു ഊഹം എത്ര ഉണ്ടാകും അല്ലേ. ഞാനൊരു 20 കിലോ ഉണ്ട് അല്ലെ, 30 കിലോ ഉണ്ട്, ആ ഗസ് ഇവിടെ എഴുതുക. ആക്ച്വൽ വെയിറ്റ് അളന്നിട്ട് ഇവിടെ എഴുതുക. അതുപോലെ ഫ്രണ്ടിൻ്റെ വെയിറ്റും എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ചാർട്ട് ഉണ്ട് അല്ലേ, ഹെൽത്ത് അതായത് ഹൈറ്റും വെയിറ്റും അല്ലേ. ഒരു കുട്ടിയുടെ പേര്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ പേര്, ഏജ്, ഹൈറ്റ്, വെയിറ്റ് അല്ലേ. അതേപോലെ ഗേൾസിൻ്റെത്, ബോയ്സിൻ്റെത് ഇവിടെയും, ഗേൾസിൻ്റെത് നെയിം, ഏജ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ അളന്ന് നോക്കിയിട്ട് ഓരോരുത്തരുടെ വെയിറ്റും ഈ ബോക്സിൽ എഴുതേണ്ടതാണ്. ടേബിൾ ബിലോ ഷോസ് ദി ഐഡിയൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ചിൽഡ്രൻ ഓഫ് 7, 8 and 9 ഇയേഴ്സ് അക്കോർഡിംഗ് ടു ദി ചാർട്ട് ഇൻ ഫാമിലി ഹെൽത്ത് സെൻറ്റർ അല്ലേ. ഫാമിലി ഹെൽത്ത് സെൻറ്ററിലെ ചാർട്ട് പ്രകാരം ഇതാണ് എന്താണ് ഒരു നോർമൽ വെയിറ്റ്, ഐഡിയൽ വെയിറ്റ് ഒരാൾക്ക് വേണ്ടത്. 7, 8, 9 വയസ്സുള്ള ആളുകൾക്ക് വേണ്ട വെയിറ്റ് ഏകദേശം ഇത്ര ആണല്ലേ. 7 വയസ്സുള്ള ആളുകളുടെ ഐഡിയൽ വെയിറ്റില്ലേ ഏകദേശം 122 ഹൈറ്റാണ് പാകം, നോർമൽ ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് 23 ആണ്. ഏജ് 7 ഗേൾസിൻ്റെ എന്തായിരിക്കും ഹൈറ്റ് 121ഉം 22 ആണ്. അപ്പോൾ എന്താണ് കമ്പയർ ദി ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് യുവർ ഫ്രണ്ട്സ് വിത്ത് ദി ചാർട്ട് എബോവ് ആൻഡ് റൈറ്റ് എ നോട്ട്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. നിങ്ങൾ മുകളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ചാർട്ടും അതുപോലെ ഇവിടെയുള്ള ഈ ചാർട്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് എഴുതുക അല്ലേ. ഏകദേശം എല്ലാവർക്കും ഐഡിയൽ വെയിറ്റ് ആണുള്ളതില്ലേ. ഏകദേശം ഈ ആയിട്ടുള്ള ആൾക്ക് ഏകദേശം ഈ വെയിറ്റ് ആണ് വേണ്ടത്, അതാണ് ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏകദേശം ഇതിൻ്റെ അടുത്താണോ അല്ലേ, ഐഡിയൽ അല്ല, നോർമൽ വെയിറ്റ് അല്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അണ്ടർ വെയിറ്റ് ആയിരിക്കും, ഇതിനേക്കാൾ കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. ഏകദേശം ഈ റേഞ്ചിലാണ് വേണ്ടത്, അതാണ് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഫുഡ് കിറ്റ്, ഫുഡിൻ്റെ കിറ്റ്. പുഞ്ചിരി ക്ലബ് നിയർ ലേജൂസ് ഹോം ഡിസ്ട്രിബ്യൂട്ടഡ് ഫുഡ് കിറ്റ് ഫോർ ഓണം. ലേജുവിൻ്റെ ഹോമിൻ്റെ അടുത്തുള്ള പുഞ്ചിരി ക്ലബ്ബ് എന്താണ് ഫുഡില്ലേ ഭക്ഷണത്തിൻ്റെ കിറ്റ് വിതരണം ചെയ്യണം. ഓണാഘോഷമല്ലേ, ഓണത്തിന് പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ കിറ്റില്ലേ ഓരോ ഭക്ഷണ പൊതികൾ കിട്ടാറുണ്ട് അല്ലേ. ദി ടേബിൾ ഷോസ് ദി ഐറ്റംസ് ഇൻ ദി കിറ്റ് ആൻഡ് ദർ വെയിറ്റ്. താഴെ തന്നിട്ടുള്ള ടേബിളിലെ ഐറ്റംസ് അതിൻ്റെ വെയിറ്റും കാണിച്ചിട്ടുണ്ടല്ലേ, എത്രയാണ് കിട്ടിയത്, ഏതൊക്കെ സാധനങ്ങളാണ് ആ കിറ്റില്ലേ സഞ്ചിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. 100 ഗ്രാം ടീ, ഷുഗർ, കാഷ്യൂനട്ട്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഹൗ മെനി തിങ്സ് ഇൻ ദി കിറ്റ് വെയ് 1 കിലോഗ്രാം. ഈ കിറ്റിലുള്ള സാധനങ്ങൾ 1 കിലോഗ്രാം വെയിറ്റ് ഉള്ളത് ഏതൊക്കെയാണ്? ഇത് 1 kg ഉള്ളത് ഏതൊക്കെയാണ്? ഷുഗർ, ദെൻ ഏതാണ് 1 kg ഉള്ളത്? കോക്കനട്ട് ഓയിൽ, ദെൻ സാൾട്ട് അല്ലേ, ഉപ്പ്. ഇതൊക്കെയാണ് 1 kg സാധനങ്ങൾ. അതല്ലേ ചോദിച്ചത് 1 കിലോഗ്രാം. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ kg, കിലോഗ്രാം. വാട്ട് ഈസ് ദർ ടോട്ടൽ വെയിറ്റ്? അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 1ഉം അല്ലേ, 3 1 ആണുള്ളത് അല്ലേ. 1 + 1 + 1 എത്രയാണ്? 3 കിലോഗ്രാം അല്ലേ. ടോട്ടൽ വെയിറ്റ് 3 കിലോഗ്രാം അല്ലേ, 3 1കളാണുള്ളത്. വിച്ച് തിങ്സ് ഇൻ ദി കിറ്റ് വെയ് ലെസ് ദാൻ 1 കിലോഗ്രാം. ഈ 1 കിലോഗ്രാമിനെ കുറവുള്ളത്, ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ കുറവുള്ളത്, 1 കിലോഗ്രാമിനേക്കാൾ ലെസ് ദാൻ ആയിട്ടുള്ളത്, കുറവായിട്ടുള്ളത് ഈ കിറ്റിലുള്ള സാധനങ്ങളിൽ ഏതൊക്കെയാണ്? അതായത് 1 കിലോഗ്രാം ഉള്ളത് നമ്മൾ എടുത്തു അല്ലേ, 1 kg. ഇതിനേക്കാൾ കുറവുള്ളത് ഏതൊക്കെയാണ്? ബാക്കിയുള്ള ഗ്രാമുകളൊക്കെ അതിനേക്കാൾ കുറവാണ് അല്ലേ. ടീ പൗഡർ അല്ലേ 100 ഗ്രാമേ ഉള്ളൂ
അല്ലേ? ഷുഗർ 1 kg ആണ്, അതിനേക്കാൾ കുറവുള്ളത്. കാഷ്യൂ നട്ട് എന്താണ് 40 ഗ്രാം ഉള്ളൂ, ഗീ 50 ഗ്രാം, കാർഡമൻ 10 ഗ്രാം. ഇതൊക്കെ 1 കിലോഗ്രാം ആണ് ഏറ്റവും വലുത് അല്ലേ? അപ്പോൾ കിലോഗ്രാമിനേക്കാൾ കുറവുള്ള ഈ ഗ്രാമുകളൊക്കെ എന്താണ് ഇതിനേക്കാൾ കുറവാണ്. ആ ഗ്രാമിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എഴുതാം അല്ലേ? ഗീ, കാർഡമൻ പൗഡർ, ബനാന ചിപ്സ്, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ എഴുതാം, റോ റൈസ് എഴുതാം, ഗ്രീൻ ഗ്രാം, PGNP, ബനാന ചിപ്സിലെ എല്ലാ സാധനങ്ങളും എന്താണ് 1 കിലോഗ്രാമിനേക്കാൾ താഴെയുള്ളതാണ്. അതെല്ലാം നിങ്ങൾക്ക് എഴുതാം അല്ലേ? ഈ 3 സാധനങ്ങൾ ഒഴികെ ഷുഗറും സാൾട്ടും കോക്കനട്ട് ഓയിൽ അത് 3ആണ് 1 kg ഉള്ളത്. ബാക്കിയെല്ലാം അതിനേക്കാൾ കുറവുള്ള അളവുകളാണ് അല്ലേ? ഗ്രാം എന്ന് പറഞ്ഞാൽ കുറവാണല്ലേ? കിലോഗ്രാമാണ് ഏറ്റവും വലുത്. 250 ഗ്രാംസ്, ക്വാർട്ടർ ഓഫ് എ കിലോഗ്രാം. കിലോഗ്രാമിൻ്റെ കാൽ ഭാഗമാണ് 250 എന്ന് പറയുന്നത്. 500 ഗ്രാം എന്ന് പറയുന്നത് ഹാഫ് എ കിലോഗ്രാം. ഇവിടെ നോക്കൂ, 1000 ഗ്രാമുകൾ ചേരുമ്പോഴാണ് 1 കിലോഗ്രാം ആവുന്നത്, 1 kg ആവുന്നത്. ഇതിൻ്റെ പകുതി എത്രയാണ്? 500 ഗ്രാം എന്ന് പറഞ്ഞാൽ ഹാഫ് എ കിലോഗ്രാം. 1 കിലോഗ്രാമിൻ്റെ പകുതിയാണ് അല്ലേ? 1000ൻ്റെ പകുതിയാണ് 500 അല്ലേ? ഹാഫ് എ കിലോഗ്രാം. ഇനി 500ൻ്റെ പകുതി എന്താണ്? 250 ആണല്ലേ? 250 അല്ല 500, അത് പറഞ്ഞാൽ ക്വാർട്ടർ, അതിൻ്റെ കാൽ ഭാഗമാണ് അല്ലേ? അതിൻ്റെ കാൽ ഭാഗമാണ് 250 അല്ലേ? ഒരു 250 കൂടി കൂടുമ്പോൾ 500 ആയി, അതായത് ഹാഫാണ് അല്ലേ? ദെൻ അതിൻ്റെ 500 നിന്ന് ഒരു 250 കൂടി കൂട്ടിയാൽ എത്രയായി? 750 ഗ്രാമായി, അതായത് 3/4 ഓഫ് എ കിലോഗ്രാം. അതൊരു കിലോഗ്രാമിൻ്റെ മുക്കാൽ ഭാഗം അല്ലേ? 3/4 അല്ലേ? 750 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുക്കാലല്ലേ അല്ലേ? മുക്കാൽ, ഒരു കാലൂടിയും കൂട്ടിയാൽ 1 കിലോഗ്രാമായി. അപ്പോൾ മുക്കാലാണ് എന്ത്? 750 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാമിൻ്റെ. ഇതാണ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 500 വരും. 500നോട് ഒരു പകുതി കൂടി എടുത്താൽ എത്രയാണ്? 250, അത് അതിൻ്റെ കാൽ ഭാഗമാണ്. 500നോട് ഒരു 250 ആഡ് ചെയ്താൽ 750, അതെന്താണ്? മുക്കാലായി അല്ലേ? ഒരു 250 കൂടി ആഡ് ചെയ്താൽ ഫുള്ളായി. ഓക്കെ, ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ അസസ്മെൻറ്റ് പ്രോബ്ലംസിലെ നെക്സ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. എക്സാം ഒക്കെ അടുത്തു. എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതാണ്.